അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും എന്തായിത്തീരാം? ദൈവ മക്കളായിത്തീരാം. ദൈവ മക്കളായിത്തീരാം. എല്ലാവരും ഒന്ന് പറഞ്ഞേ, എന്തായിത്തീരാം? മക്കളായിത്തീരാം. ആരൊക്കെ? അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുക എന്ന് പറയുന്നത് ഭൗതികമായ, ബുദ്ധിപരമായ, ഇൻ്റലക്ച്വലായിട്ടുള്ളൊരു കാര്യമാണ്. വിശ്വസിക്കാൻ വലിയ പാടൊന്നും ഇല്ല. ഉണ്ടോ? ഇല്ല. ഒരു അർത്ഥത്തിൽ പറഞ്ഞാൽ എല്ലാവരും വിശ്വാസികളല്ലേ. നമ്മുടെ എല്ലാം ബഹുമാനത്തോടെ രാവിലെ പ്രൈവറ്റ് ബസ് എടുക്കുമ്പോൾ അവർ 3 വണ്ടി നിർത്തും. എവിടൊക്കെയാ? അമ്പലത്തിൽ നിർത്തും. വിത്ത് ഓൾ റെസ്പെക്റ്റ്. അവർ മോസ്കിൻ്റെ അവിടെ നിർത്തും. എവിടെയും നിർത്തും? കുരിശടി നിർത്തും. ചിലയിടത്തൊക്കെ പൈസ ഇങ്ങനെ എറിയുമ്പോൾ അകത്ത് വീഴത്തില്ല. അത് പുറത്തെടുക്കാൻ രാവിലെ നിൽക്കുന്നവരുണ്ട്. കാരണം ഈ ചിലർ അവിടെ ഇരുന്നുകൊണ്ട് ഇങ്ങനെ ഇടുമ്പോൾ കൃത്യം ഏതാ അതിൻ്റെയൊക്കെ ഇതൊക്കെ രാവിലെയൊക്കെ നിൽക്കുന്നവരുണ്ട്. എന്നാൽ പോലും എൻ്റെ പൊന്നു പ്രിയരെ, അവരൊക്കെ വിശ്വാസികളാണ്, വിശ്വസിക്കുന്നുണ്ട്. എന്തൊക്കെ വിശ്വാസമാണ്. വിശ്വാസം ബുദ്ധിപരമാണ്. പക്ഷേ കൈക്കൊള്ളുക എന്ന് പറയുന്നത് എന്തല്ല, ബുദ്ധിക്ക് അപ്പുറമുള്ളൊരു കാര്യം. കർത്താവ് പറഞ്ഞ് വിശ്വസിച്ചാൽ മക്കളാകുന്നല്ല, പിന്നെന്താ? അവനെ കൈക്കൊള്ളുക എന്ന്. അതിന് ഞാൻ സാധാരണ പറയുന്ന ഒരു കഥയുണ്ട്. അത് കഴിഞ്ഞ ക്രിസ്മസ് കാലത്ത് വായിച്ചൊരു കഥയാണ്. ഇപ്പം വീണ്ടും ക്രിസ്മസ് വരിക. അത് ക്രിസ്മസിൻ്റെ ഒരു കഥയാണ്. അപ്പോൾ ക്രിസ്മസ് എല്ലാവർക്കും സന്തോഷമല്ലേ. അങ്ങനെ പാശ്ചാത്യ ലോകത്തൊരിടത്ത് ക്രിസ്മസ് നടക്കുക. അപ്പോൾ പള്ളിക്കൂടം ഉണ്ട്. അപ്പോൾ അവരൊരു കാര്യം പറഞ്ഞു, പള്ളിക്കൂടവുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് എല്ലാ പള്ളിക്കൂടത്തിലെ സ്കൂളിലെ പള്ളിയുടെ സ്കൂളിലെ എല്ലാ ക്ലാസ്സുകളും ഏതെങ്കിലുമൊക്കെ ഒരു പ്രോഗ്രാം ചെയ്യണം. അതിനുവേണ്ടി ഈ 8ാം ക്ലാസ്സിലെ പള്ളിക്കൂടത്തിലെ 8ാം ക്ലാസ്സിലെ പിള്ളേരോട് ആവശ്യപ്പെട്ടത് ഒരു നാടകം റെഡിയാക്കാൻ. അപ്പോൾ അവർ നാടകം റെഡിയാക്കി തിരുപ്പിറവി നാടകമാക്കിയപ്പോൾ അവിടെ മുമ്പ് വലിയൊരു പ്രശ്നം വന്നു. എന്നാ കാര്യം ചോദിച്ചാൽ, ക്ലാസ്സിൽ വളരെ സ്ലോ ആയിട്ടൊരു കുഞ്ഞുണ്ട്. നമുക്കറിയാം ഇപ്പോൾ ഈ മക്കളൊക്കെ പല രീതിയിലാണ്. ഒന്ന് ഹൈപ്പറാണ്, മറ്റൊന്ന് സ്ലോയാണ്, പിന്നെ നോർമൽ. ഇത് ഹൈപ്പറൊക്കെ ഇപ്പോൾ അമ്മമാരൊക്കെ ഭയങ്കര ടെൻഷനാണ്. കൊച്ചു ഭയങ്കര ഹൈപ്പറാണ്, പാസ്റ്ററെ പ്രാർത്ഥിക്കണം. ഞാനപ്പം പറയും, സങ്കടപ്പെടുമൊന്നും വേണ്ട. നമ്മുടെ കാലത്ത് ഒരുമാതിരിപ്പെട്ട എല്ലാം ഹൈപ്പറായിരുന്നു. പക്ഷെ അന്ന് ഹൈപ്പറെന്നൊന്നും അറിയത്തില്ല, മെനയാണ്. ഈ മെന പിടിച്ച സാധനങ്ങളില്ലായിരുന്നു. അവരുടെ ഹൈപ്പറില്ല, അവരെല്ലാം ഓക്കെ ആയില്ലേ? അങ്ങനെ ഓക്കെ ആയി. അച്ചായനടിച്ചു, അമ്മയടിച്ചു, സാറടിച്ചു. എന്തിനേറെ ചർച്ച വരുമ്പം പാസ്റ്ററപ്പച്ചൻ്റെ കയ്യിലും എന്തോ ഉണ്ട്. എന്ത് അടിയാണ് കിട്ടിയത്. അടി കിട്ടിയ ഹൈപ്പറെല്ലാം എന്ത് ചെയ്യും? ഒരു കുഴപ്പമില്ല, അവരൊക്കെ ഓക്കെ ആയില്ലേ? കല്യാണമൊക്കെ കഴിച്ച് പിള്ളേരൊക്കെ ഇപ്പം തന്നെ നല്ല മിടുക്കരായിട്ടൊക്കെ ജീവിക്കുന്നുണ്ട്. ഇതെല്ലാം അങ്ങ് ശരിയാവും. പിന്നെ സ്ലോ ആകുന്നതിനകത്ത് പേടിക്കേണ്ടൊന്നുമില്ല. നമ്മൾ സ്ലോ എന്ന് പറയുന്ന പണ്ടത്തെ മൊണ്ണയാണ്. പക്ഷെ മൊണ്ണയ്ക്ക് എന്താ പറ്റി? മൊണ്ണയ്ക്കൊന്നും പറ്റിയില്ല. മൊണ്ണ മിടുക്കനായിട്ടൊക്കെ ജീവിക്കുന്നു. മിടുക്കൻ എന്താ പറ്റി? മിടുക്കനെക്കാട്ടും മിടുക്കരായി ആര്? മൊണ്ണ. എംടെക്കുകാരന് മെക്കാനിക്കൽ എഞ്ചിനീയറാണ്, പക്ഷെ അവന് സ്പാനർ തിരിക്കാൻ അറിയത്തില്ല. ഈ വണ്ടി ശരിയാക്കണേ ആര് വേണം? മൊണ്ണ. അവന് ഈ ടെക്നിക്ക് തിയറി അറിയത്തില്ലെങ്കിൽ ഏത് വണ്ടിയും അതിൻ്റെ പ്രശ്നം കണ്ടുപിടിക്കുക. അതാണ് അവൻ്റെ വണ്ടി എടുക്കില്ല, വണ്ടി കൊണ്ടുവരത്തുള്ളൂ. അപ്പോൾ എല്ലാവരും എന്തിനൊക്കെ മിടുക്കരാകും. അപ്പോൾ നമ്മളിതൊന്നും ഓർത്ത് ഭാരപ്പെടേണ്ട കാര്യമില്ലെന്നാണ് ഞാൻ പറഞ്ഞത്. ഞാൻ സാധാരണ പറയാറുണ്ട്, ഏറ്റവും ഫ്രണ്ട് ബെഞ്ചിൽ ഇരുന്നവർ മിടുക്കരായിരുന്നു, ഡോക്ടറോ അല്ലെങ്കിൽ അധ്യാപകരൊക്കെ ആയി. 2ാമത്തെ ബെഞ്ചിൽ ഇരുന്നവരാണ് ഈ PSC ടെസ്റ്റ് എഴുതി LD ക്ലാർക്കൊക്കെ ആയിരുന്നു, അത്യാവശ്യം. 3ാമത്തെ ബെഞ്ചിൽ ഇരുന്നവരാണ് ഈ മെമ്പറോ LC സെക്രട്ടറിയോ ബ്ലോക്ക് മെമ്പറോ ഒക്കെ ആയത്. 4ാമത്തെ ബെഞ്ചിൽ ഇരുന്ന ആരായി? ഉപദേശിയായി. ഏറ്റവും ഉഴപ്പരൊക്കെ ആരായി? ഉപദേശിയായി. നമുക്കെന്താ പറ്റി? ഏറ്റവും പുറകിലത്തെ ബെഞ്ചായിരുന്നവർ ആരാന്ന് അറിയാമോ? നല്ല ഒന്നാം തരം പാസ്റ്റർ കൊച്ചമ്മയായി. പാസ്റ്റർ കൊച്ചമ്മയാകാൻ 2 കാര്യം മതി. ഒരാൾ ശബ്ദം ഉയർത്തി പാടാന്ന് പറയുമ്പോൾ ഒറ്റ പാട്ട്, പിന്നൊരു പ്രാർത്ഥന, പിന്നെ വാതിക്ക് നിന്ന് എല്ലാവരും ചിരിച്ച് കാണിച്ച് മക്കളെ, അത്രയൊക്കെ മതി. 2 മക്കളെ വിളിച്ച് ആരായി? പാസ്റ്ററമ്മച്ചി. അയ്യോ, പിന്നെ ഞങ്ങളുടെ അമ്മച്ചി എന്ത് മദറമ്മ എന്നോ നല്ല സ്നേഹമുള്ള അമ്മച്ചിയാണെന്നറിയാമോ? അത്രയൊക്കെ മതി. അപ്പോൾ ആർക്കും ദോഷം വന്നേ, ആർക്കും ദോഷമൊന്നും വന്നില്ല. എന്നാലും ഒരു സ്ലോ ആയൊരു കൊച്ചുണ്ട്. അപ്പോൾ അവൻ ഇത് പഠിക്കാൻ പാടാം. അപ്പോൾ എല്ലാവരും പറഞ്ഞ് അവനെ അങ്ങ് ഒഴിവാക്കിയേക്കാം. അപ്പം ചെല്ല് പറഞ്ഞ് അത് മോശമാണ്, കാരണം ഒരു പാവം പിടിച്ചവനെ ഒഴിവാക്കിയാൽ ഈശോ സഹിക്കുമോ? ഇല്ല. അപ്പോൾ അവനെ കൂടെ ചേർത്ത്. അപ്പോൾ അവനൊരു ചെറിയ റോൾ കൊടുത്തു. റോൾ ഇത്രയേ ഉള്ളൂ. ജോസഫ് മറിയത്തെയും കൊണ്ട്, തിരുപ്പിറവിയാണ്, ജോസഫ് മറിയത്തെയും കൊണ്ട് വരുന്നുണ്ട്. മറിയത്തെയും കൊണ്ട് വരുമ്പം സത്രത്തിൻ്റെ വാതിൽക്ക് വന്ന് മുട്ടുമ്പോൾ കഥ തുറക്കണം. അവൻ്റെ പേര് വാലസെന്നാണ്. കഥ തുറന്നിട്ട് അവൻ ചോദിക്കും, ഇവിടെ സ്ഥലം തരാമെന്ന് ചോദിക്കുമ്പോൾ ഇവിടെ സ്ഥലമില്ലെന്ന് പറയണം. അത്രയും ചെയ്താൽ മതി. അപ്പം കഥ അടച്ചാൽ മതി. നാടകം തുടങ്ങി, കട്ടം പൊങ്ങി ജോസഫ് മറിയത്തെയും കൊണ്ട് വരികയാണ്. മറിയം ഭയങ്കര ക്ഷീണിതയാണ്. വരുമ്പം ഇവർ വന്ന് മുട്ടി കഥ തുറന്നിട്ട് ചോദിച്ചു, ഇവിടെ സ്ഥലം തരാമോ? സത്യത്തിൽ ഇല്ലെന്ന് പറയണം. ഈ വാലസ് പാവമല്ല, അവൻ നാടകമാണെന്ന് മറന്നുപോയി. അവൻ ഇവരെ നോക്കിയിരുന്ന് അങ്ങ് സങ്കടപ്പെടാൻ തുടങ്ങി. അപ്പോൾ ഈ ടീച്ചർമാർ ഫ്രണ്ടിൽ ഇരുന്നുകൊണ്ട് പറഞ്ഞു, വാലസ് ടെൽ നോ പ്ലേസ്. നമ്മൾ ഈ സഭായോഗത്തിന് പിള്ളേർ വാക്യം പറയത്തില്ല, മനപ്പാട വാക്യം. അവരാണോ പറയുന്നത്, അമ്മയാണോ പറയുന്നത്? അവരാണോ പറയുന്നത്, അമ്മയാണോ പറയുന്നത്? അമ്മയാ. യഹോവ എൻ്റെ അതിങ്ങോട്ട് നോക്കി പറയുന്നതല്ലേ ഇവരിരുന്നുകൊണ്ട് പറഞ്ഞു. അപ്പോൾ ഏതായാലും അവൻ കഷ്ടപ്പെട്ട് പറഞ്ഞു നോ പ്ലേസ് എന്ന്. കഥ അടയ്ക്കണം. പക്ഷേ ഇവൻ കഥ അടച്ചില്ല. ജോസഫ് മറിയ ഇറങ്ങിപ്പോയി. ഇച്ചിരി അങ്ങോട്ട് നടന്നപ്പോൾ ഇവനങ്ങ് കരഞ്ഞു. വാലസിന് അങ്ങ് സങ്കടം വന്നു. വാലസ് കൈകൊട്ടി തിരിച്ചു വിളിച്ചിട്ട് പറഞ്ഞു, എൻ്റെ കട്ടിൽ തന്നേക്കാന്ന് പറഞ്ഞു. നാടകം തീർന്നു. ഇനി ഇടയന്മാർ വരണം, വിദ്വാന്മാർ വരണം, പൊന്നും മൂരും കുതിരക്കും കാഴ്ച, എന്തെല്ലാം കാര്യമുണ്ട്.
അതെല്ലാം ഇനി എന്തോ ചെയ്യും? പക്ഷേ അവിടെ കുറച്ച് ഒരു നിശബ്ദത. ഇച്ചിരി കഴിഞ്ഞപ്പോൾ എല്ലാവരും എഴുന്നേറ്റ് ഇന്ന് കൈയടിച്ചു. ഏറ്റവും നല്ല നാടകമായി. ഈ ബുദ്ധിയൊന്നും ഇല്ലല്ലോ. അവൻ പറഞ്ഞു എൻ്റെ കട്ടിലങ്ങ് വന്നേക്കാന്ന് പറഞ്ഞു. സത്യത്തിൽ ഇതിൻ്റെ പേരായി രക്ഷിക്കപ്പെടുക എന്ന് പറയും. ഈ ബുദ്ധിമാന്മാരെ കൊണ്ടൊന്നും നോക്കത്തില്ല. ഒരു ബുദ്ധി വലിയ ഇല്ലാത്തവർ പറയും ഇവിടെ ഇടമുണ്ടെന്ന്. എവിടെ ഇവിടെ എവിടെ എവിടെ നെഞ്ചത്തോടെ കൈ വെച്ചിട്ടെന്ന് പറഞ്ഞേ ഇവിടെ എൻ്റെ കർത്താവിന് ഇവിടെ ഇടമുണ്ടെന്ന് പറയുന്നതിൻ്റെ പേരാണ് രക്ഷിക്കപ്പെടുക. ഇവിടെ ഇടമുള്ളവരൊക്കെ പ്രിയമുള്ളവരെ ഇവിടെ അല്ല. ഇൻ്റലക്ച്വലി അറിയാവുന്ന ഒത്തിരി പേരുണ്ട്. ഉണ്ടോ? ഉണ്ട്. ഇൻ്റലക്ച്വലി അറിഞ്ഞാൽ പോരാ, ബുദ്ധിപരമായിട്ട് അറിഞ്ഞാൽ പോരാ, ഹൃദയത്തിലോട്ട് അറിവ് താഴെ വരണം. ആ അറിവ് ഹൃദയത്തിൽ വരുമ്പോൾ ഹൃദയം തുറന്ന് കർത്താവിനെ സ്വീകരിച്ച് കഴിയുമ്പോൾ പറയുന്ന പേരാണ് അവനെ കൈക്കൊള്ളുക എന്ന് പറയുക. അത് ജ്ഞാനികൾക്ക് മറച്ചു വെച്ചേക്കൾക്ക് ശിശുക്കൾക്ക് വെളിപ്പെടുത്തിയ ഒരു കാര്യമാണ്. അത് വലിയ ബുദ്ധിമാന്മാർക്ക് ഒത്തില്ലെങ്കിൽ ഒത്തിരി പാവങ്ങൾ പറഞ്ഞു. ഒരിക്കൽ ഒരു യോഗത്തിന് വെച്ചായിരിക്കാം, ഒരു കവലപ്രസംഗത്തിലായിരിക്കാം, ഒരു വചനം കേട്ടപ്പോഴായിരിക്കാം, ഒരു ലഘുലേഖ വായിച്ചപ്പോഴായിരിക്കാം, അവർ പറഞ്ഞു എൻ്റെ ഹൃദയം കർത്താവിനാണ്. ആ ഹൃദയത്തിലേക്ക് കർത്താവ് വന്നു. അവനെ കൈക്കൊള്ളുക, അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുക. അവരാരായി മാറി? ദൈവ മക്കളായി മാറി. എല്ലാവരും പറഞ്ഞ് ആരായി മാറി? മൂന്നാമത്തെ ഒന്ന്, ആ വരവിന് അറിയപ്പെടണം. രണ്ട്, ബുദ്ധിപരമല്ല, ഇൻ്റലക്ച്വൽ അല്ല, അതിനപ്പുറത്തുള്ള ഒരു അറിവ്. മൂന്നാമത്തെ ഒരു കാര്യം, അവർക്ക് എന്താ പദവി കിട്ടിയത്? ഇങ്ങനെ കൈക്കൊണ്ടവർ ആരായി മാറി? അവൻ്റെ മക്കളായി മാറി. ആ വാക്യം എല്ലാവരും ഒന്നിച്ചൊന്ന് പറഞ്ഞ് അവനെ കൈക്കൊണ്ട് ഏവർക്കും എന്തായി തീരാം? ദൈവ മക്കളായിത്തീരും. ഈ മക്കളായിത്തീരും. ഈ മക്കളാകുക എന്നൊക്കെ പറയുന്നത് ചെറിയൊരു കാര്യമല്ല. ഇന്നത്തെ ഒത്തിരി പേര് ഒറ്റയ്ക്കാണ്. ഞാൻ എപ്പോഴും സങ്കടത്തോടെ കാണുന്ന ഒരു കാര്യമുണ്ട്. പണ്ട് 8ഉം 10ഉം പിള്ളേർ ഒരു മുറി വീട്ടിൽ ഒന്നിച്ച് താമസിച്ചു ഇല്ലേ? ഇന്ന് ഒരമ്മച്ചിയും ഒരപ്പച്ചയും തനിച്ച് 5 മുറി വീട്ടിൽ എങ്ങനെ ചെയ്യുന്നു? തനിച്ച് താമസിക്കുന്നു. അന്ന് 8ഉം 10ഉം പേര് ഒരു മുറിയുള്ള വീട്ടിൽ എന്ത് ചെയ്തു? ഒന്നിച്ച് താമസിച്ചു. ഇന്ന് 5 മുറിയുള്ള വീട്ടിൽ ഒരാൾ തനിച്ച് താമസിക്കും. ഇതാണ് ഈ ആധുനിക ലോകത്തിൻ്റെ വലിയൊരു പ്രശ്നം അല്ലേ? ആധുനിക ലോകത്ത് പണ്ട് ആരോ പറയുന്നത് കേട്ടു, അന്ന് നമ്മൾ കീറിയ തുണിയൊക്കെ തുന്നി തയ്ച്ച് എന്ത് ചെയ്തു? ഇട്ടു. ഇന്ന് നല്ല തുണി കീറിയിട്ടു അല്ലേ? അന്ന് കീറിയ തുണി തുന്നിയിട്ടു, ഇന്ന് നല്ല തുണി കീറിയതിനാണോ കീറില്ലാത്തതിനാണോ വില കൂടുതലെന്ന് അറിയാമോ? കീറിയതിന് ഭയങ്കര വിലയാണ്. കീറിയതിന് ഭയങ്കര വിലയാണ്. അപ്പോൾ അന്ന് ഇങ്ങനെയൊക്കെയാണ് മനുഷ്യരൊക്കെ ഇന്ന് ജീവിക്കുന്നത്. എന്നാലും ഈ മനുഷ്യരൊക്കെ ഈ മനുഷ്യരുടെ വലിയ പ്രശ്നം ഒറ്റയാണെന്നുള്ളതാണ്, സ്നേഹദാരിദ്ര്യമാണ്. പട്ടണത്തെക്കുറിച്ച് നല്ലൊരു ഡെഫിനിഷൻ കേട്ടു. സിറ്റി ഈസ് എ പ്ലേസ് വേർ ദെയർ ആർ ലോട്ട് ഓഫ് ലോൺലി പീപ്പിൾ സ്റ്റേയിങ് ടുഗദർ. ആരുമില്ലാത്ത കുറേ മനുഷ്യർ ഒന്നിച്ച് താമസിക്കുന്ന സ്ഥലത്തിൻ്റെ പേരാ എന്ത്? പട്ടണം. പലർക്കും ആരുമില്ല. ആരാ ഉള്ളേ? ആരുമില്ല. മനുഷ്യരൊക്കെ ഒറ്റപ്പെട്ട തുരുത്തുകളിലാണ്. കുഞ്ഞ് കരഞ്ഞുകൊണ്ട് അപ്പച്ചൻ്റെ എടുക്കുക വന്നു. അപ്പച്ച 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 കുഞ്ഞ് കരയുക. അപ്പച്ച എനിക്ക് ആരെയില്ല, അമ്മയ്ക്ക് ഒരുപാട് ഇഷ്ടമില്ല, എന്നെ പറ്റി. അപ്പച്ചൻ കുഞ്ഞ് പറഞ്ഞു, എന്നാൽ എൻ്റെ കയ്യിൽ നിന്ന് ഇപ്പോൾ കഴിച്ചുകൊണ്ടിരുന്നപ്പം സ്പൂണും എല്ലാം താഴെ പോയി. അപ്പച്ച അമ്മ എന്നെ അടിച്ച് ശരിയാക്കി, എനിക്ക് ആരുമില്ല. അപ്പച്ചൻ കുഞ്ഞിനെ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, അപ്പച്ചന് പാർക്കിൻസൺസാ, എൻ്റെ മോനെ കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് സ്പൂണ് പോയി, എൻ്റെ അമ്മ എന്നെ അടിച്ചില്ലെന്നേ ഉള്ളടാ, അടിച്ചില്ലെന്നേ ഉള്ളൂ. എന്നാലും മാ കൊണ്ട് നല്ല അടി എന്ത് ചെയ്തു തന്നു. അപ്പച്ചനും കരഞ്ഞു, എനിക്ക് ആരും ഇല്ല. കുഞ്ഞിൻ്റെയും പ്രശ്നം ആരും ഇല്ല, അപ്പച്ചൻ്റെയും പ്രശ്നം ആരും ഇല്ല. ആരും ഇല്ലാത്തൊരു മനുഷ്യരാണ്. പക്ഷേ ഈ ആരും ഇല്ലാത്ത മനുഷ്യർക്ക് ഈ കർത്താവിനെ സ്വീകരിച്ച ഒരു ഗുണമുണ്ടായി, അവർ മക്കളാവും. അതുകൊണ്ടാണ് യോഹന്നാൻ പറയുന്നു, കാൺമീൻ നാം ദൈവമക്കളെന്ന് വിളിക്കപ്പെടുവാൻ പിതാവ്. ഈ കർത്താവിനെ രക്ഷകനായി സ്വീകരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഏറ്റവും വലിയ ഗുണം ഈ ദൈവം പിതാവായിട്ട് മാറും. ഈ ദൈവം ആരായി? പിതാവായി. പിന്നെ അവരൊരിക്കലും പറയത്തില്ല സങ്കടം, എനിക്ക് ആരും ഇല്ലെന്ന് പറയത്തില്ല. ആരുണ്ട്? ഒരു പിതാവുണ്ട്. അത് വൃദ്ധനും കുഞ്ഞുമാകട്ടെ, മധ്യവയസ്കരാകട്ടെ, എല്ലാവർക്കും പറയാൻ കഴിയും എനിക്കൊരു പിതാവുണ്ടെന്ന്. ആ പിതാവിനെ നമുക്ക് ലഭിക്കുന്ന ക്രിസ്തുവിലൂടെയാണ്. ലോകത്തിന് ദൈവം കൊടുത്ത ഏറ്റവും വലിയ അറിവാണ് ഈ പിതാവിന് ലഭിക്കുക. അതുകൊണ്ടാണ് നാം പറയുന്നു, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവ്. ഈ പിതാവിനൊരു പ്രത്യേകതയുണ്ട് കേട്ടോ. ഈ പിതാവിൻ്റെ പ്രത്യേകത, ചോദിക്കും മുമ്പ് നിങ്ങളുടെ ആവശ്യം അറിയുന്ന ഒരു പിതാവാണ്. ഇത്ര നല്ലൊരു പിതാവ്. തിബരിയാസിൻ്റെ കടൽക്കരയിൽ ഈ പിതാവ് ഇങ്ങനെ നിൽക്കുകയാണ്. കുറേ മക്കൾ പോയിട്ട് തെറ്റിപ്പിടിച്ചൊക്കെ വരുന്നുണ്ട്. പക്ഷേ തിബരിയാസിൻ്റെ കടലിൽ നിന്നുകൊണ്ട് കർത്താവ് അവരോട് ചോദിക്കുന്നത്, രാത്രി മുഴുവൻ പോയിട്ട് എന്തോ കിട്ടിയൊന്നല്ല, കുഞ്ഞുങ്ങളെ കൂട്ടാൻ വല്ലതും ഉണ്ടോയെന്ന് ചോദിച്ചുകൊണ്ട് കടലിൽ ചുട്ടൊക്കെ അടയൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അവരെ ഇങ്ങനെ കാത്തിരിക്കുകയാണ്. ഈ കാത്തിരിപ്പിൻ്റെ ഒരു പിതാവ്, ലോകത്തിലെ ഏറ്റവും വലിയ അറിവാണ് ദൈവം നമുക്ക് പിതാവായിട്ടുണ്ട് എന്നുള്ള അറിവ്. ഈ പിതാവിൻ്റെ പ്രത്യേകത, ആ പിതാവ് ചോദിക്കും മുമ്പ് നമ്മുടെ ആവശ്യം അറിയുന്ന പിതാവ്. എന്നെ സംബന്ധിച്ച് ഇന്ന് ഞാൻ ആവേശത്തോടെ പറയും, ഒത്തിരി ആവേശത്തോടെ പറയും, ഈ പിതാവ് എനിക്കൊന്നൊരു അറിവല്ല. എൻ്റെ പിതാവ്, എൻ്റെ കർത്താവ് എനിക്കൊരു അറിവല്ല, എൻ്റെ ഒരു അനുഭവമാണ്. ലോകത്ത് 1000 യുക്തിവാദി ഒരുമിച്ച് നിന്ന് ദൈവം ഇല്ലെന്ന് പറഞ്ഞാലും എനിക്കത് ഒരു തെളിവും വേണ്ട. കാരണം എൻ്റെ ജീവിതത്തിൽ ഞാൻ 1000 വട്ടം
എൻ്റെ കണ്ണുകൊണ്ട് കണ്ടു, എൻ്റെ നാവ് കൊണ്ട് രുചിച്ചു, എൻ്റെ കൈ കൊണ്ട് തൊട്ടു എൻ്റെ ദൈവത്തെ. ഈ ദൈവം എനിക്ക് പിതാവാണ്. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയരെ, ക്രിസ്തുവിനെ സ്വീകരിക്കുമ്പോൾ നിങ്ങൾ പിന്നെ അനാഥരല്ല. ദൈവം നിങ്ങൾക്ക് ആരായി മാറും? പിതാവായിട്ട് മാറും. പിതാവായിട്ട് മാറും. ആ പിതാവ് എൻ്റെ അടുക്കൽ ഒത്തിരി വട്ടം ഞാൻ അടുത്ത് അറിഞ്ഞിട്ടുണ്ട്, അനുഭവിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, പ്രളയത്തിൻ്റെ കാലം 2018 പ്രളയമൊക്കെ കഴിഞ്ഞ് ഒരു രാത്രി, ആ രാത്രി എന്നെ വല്ലാതെ ഭയം ബാധിച്ചു. ഈ ഭയം എന്നൊക്കെ പറയുന്നത്, ഞാൻ സാധാരണ അങ്ങനെ പേടിക്കുന്ന ഒരാളല്ല, പക്ഷേ ഈ ഭയം എന്ന് പറയുന്ന ഒരു അസ്വാഭാവിക അസ്വസ്ഥതയാണ്. ഉയ്യോ, ഒരു രാത്രി എൻ്റെ ഹൃദയമൊക്കെ ഇങ്ങനെ ഇരിക്കുക. എന്തിനാണെന്ന് എനിക്കും അറിയത്തില്ല. നമ്മുടെ പിള്ളേരൊക്കെ സാറിന് ഈ പാനിക് അറ്റാക്ക് എന്നൊക്കെ പറയത്തില്ലേ, ഒരു വല്ലാത്ത ഭയം. ആ ഭയത്തിൻ്റെ ഒരു ശക്തി എന്നെ ഒന്ന് തൊട്ടു. ഞാൻ വല്ലാതെ ഭയന്നു. എനിക്കിരിക്കാൻ വയ്യ, എനിക്ക് നിൽക്കാൻ വയ്യ, എനിക്ക് കരയണമെന്നുണ്ട്, എനിക്ക് ഓടണമെന്നുണ്ട്, എനിക്കെന്തോ ചെയ്യണമെന്ന് അറിയത്തില്ല. ഞാൻ വല്ലാതെ അസ്വസ്ഥപ്പെട്ടു. ഞാൻ എൻ്റെ ഹോളിൽ പോയിരുന്നു. വെള്ളം കയറി ഇറങ്ങിയ ഞങ്ങളുടെ ഒരു ഹോളാണ്. അതിങ്ങനെ ഒന്ന് വൃത്തിയാക്കാൻ നോക്കിയിട്ട് ഒക്കുന്നുമില്ല. അതിൻ്റെ എല്ലാം കൂടി ഒരു നിരാശയും ഭയവും. അപ്പോൾ രാത്രി എൻ്റെ ഒരു സുഹൃത്തുണ്ട്, ചാക്കോസാം, ചെറുക്കെങ്കിലുമൊക്കെ അറിയാം. അദ്ദേഹത്തെ ഞാൻ വിളിച്ചു. അദ്ദേഹം അന്ന് ഇവിടെ ചെറുവക്കല, അവിടുന്ന് അദ്ദേഹം റാന്നി വന്നു. ഞങ്ങൾ രണ്ടും കൂടി ഇരുന്ന് പ്രാർത്ഥിച്ചു. ഒരു 3-3:30 വരെ ഇരുന്ന് അദ്ദേഹം എൻ്റെ കൂടെ ഇരുന്നു. അത് കഴിഞ്ഞ് അദ്ദേഹം പോയി കഴിഞ്ഞപ്പോൾ ഞാൻ വെളുപ്പിനെ ഒന്ന് കണ്ണടച്ച് ഒന്ന് തുറന്നപ്പം എൻ്റെ ഭാര്യ വന്ന്, ഞാൻ ഹോളിലാണ് കിടക്കുന്നത് പറഞ്ഞിരുന്നു. ഭാര്യ വന്ന് എന്നെ വിളിച്ച് പറഞ്ഞു, അച്ഛാ നേരം വെളുത്തിട്ടില്ല, പരപരാന്ന് വിളിക്കുന്നു, ആളെ കഷ്ടിച്ച് തിരിച്ചറിയാം. എന്നെ വന്ന് വിളിച്ചിട്ട് പറഞ്ഞു, ഒരാൾ മുറ്റത്ത് നിൽക്കുന്നു. ഞാൻ ചെന്നപ്പോൾ ഒരു സഹോദരനാണ്. അതായത് കഷ്ടിച്ച് ആളെ കാണുന്ന വെളിച്ചമേ ആകുന്നുള്ളൂ. അപ്പം ഞാൻ പെട്ടെന്ന് എനിക്ക് ചോദിച്ചു, ഇന്നാരല്ലേ? ആണോ, 10-15 വർഷം മുമ്പ് കണ്ടതാ, എന്താ സഹോദര വന്നേ? അദ്ദേഹം പറഞ്ഞു, വെറുതെ വന്നാ, ഇതുവഴി പോയപ്പോൾ ഒന്ന് കയറിയതാ. ഇതൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹം എന്തോ ഒരു അസ്വസ്ഥത. എന്നിട്ട് പറഞ്ഞു, എന്നാൽ പ്രാർത്ഥിച്ചിട്ട് ഞാൻ പൊക്കോട്ടെ. ശരി, പ്രാർത്ഥിക്കാൻ കയറിയപ്പോൾ അദ്ദേഹം എന്നോട് ചോദിച്ചു, ഇന്നലെ രാത്രി പേടിച്ചോ? ഞാൻ ചോദിച്ചു, എന്താ കാര്യം? അല്ല, ഉള്ള പറ പാസ്റ്റേ, പേടിച്ചോ? 2 വട്ടം ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു പേടിച്ചു. അപ്പം ഞാൻ ചോദിച്ചു, എന്താ കാര്യം ചോദിച്ചപ്പോൾ പറഞ്ഞു, രാത്രി 2 മണിക്ക് കർത്താവ് എന്നെ തട്ടി ഉണർത്തിയിട്ട് പറഞ്ഞു, പ്രിൻസ് പാസ്റ്റർ പേടിച്ചിരിക്കുക, നീ എന്ന് പറയണം ധൈര്യപ്പെട്ടിരിക്കാൻ, പേടിക്കണ്ട. ഞാൻ പേടിച്ചിരുന്ന ഒരു മനുഷ്യനറിഞ്ഞില്ല, ഒറ്റ മനുഷ്യനോട് ഞാൻ പറഞ്ഞില്ല, എൻ്റെ ഭാര്യയോട് പോലും ഞാൻ പറഞ്ഞില്ല. പക്ഷേ ഒന്നെനിക്കറിയാം, ഞാൻ പേടിച്ച് ചുരുണ്ടത് എൻ്റെ കർത്താവ് കണ്ടില്ലേ. ഇങ്ങനൊരു അപ്പനെ എവിടെ കിട്ടും? പേടിച്ച അറിയുന്ന ഒരപ്പൻ. അയ്യോ, എൻ്റെ കർത്താവേ, എൻ്റെ പൊന്നു പ്രിയരെ, ഈ കർത്താവ് റിയലാണ് കേട്ടോ. ഈ കർത്താവ് റിയലാണ്. അതിന് പ്രത്യേകിച്ച് തെളിവൊന്നും വേണ്ട. 1000 യുക്തിവാദികൾ എവിടെല്ലാം പ്രസംഗിച്ചാലും, അവരെത്ര തെളിവ് നിരത്തിയാലും അനുഭവിച്ചവർ പറയും, എൻ്റെ ദൈവം റിയലാണെന്നുള്ളത്. ഈ ദൈവം നമുക്ക് പിതാവാണ്. രണ്ടാമത് കുറച്ചാൾ കഴിഞ്ഞൊരു സംഭവം, ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഈ ഒരു വല്ലാത്തൊരു പ്രശ്നം എന്നെ അഭിമുഖീകരിച്ചു. ആ പ്രശ്നം എന്നെ അഭിമുഖീകരിച്ചപ്പോൾ ഞങ്ങൾ ഈ പാസ്റ്റർമാരുടെ ഒരു സ്വകാര്യ ദുഃഖമുണ്ട്. അത് സത്യസന്ധ ഈ വിശ്വാസ സമൂഹത്തിനൊരു പ്രയാസമൊക്കെ വന്നാൽ അവർ ഓടി ആരെടുക്ക് വരും? പാസ്റ്റർ എടുത്ത് വരും. പാസ്റ്റർക്ക് ഒരു സങ്കടം ഉണ്ടായി ആരോട് പറയാം? ആരോട് പറയും? എത്രയോ സഹോദരന്മാർ എൻ്റെ അടുത്ത് വന്നിട്ടുണ്ട്, പാസ്റ്ററെ ഭാര്യ മിണ്ടിയിട്ട് 3 ദിവസമായി, പാസ്റ്റർ ഒന്ന് സംസാരിക്കണം. നമ്മൾ പോയി തന്മയത്തമായിട്ടൊക്കെ ഇടപെടുകയോ എങ്ങനെയെങ്കിലുമൊക്കെ അതൊക്കെ ശരിയാക്കും. ഞാനും ഭാര്യയും കൂടെ പിണങ്ങി ആരോട് പറയും? ഞങ്ങൾ പിണങ്ങാറില്ല, എന്നാലും പിണങ്ങി ആരോട് പറയും? വിശ്വാസിയോട് പറയാൻ ഒക്കുമോ? ഇല്ല. അപ്പോൾ എല്ലാവരുടെയും ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ആരുടെ ജീവിതത്തിലും ഉണ്ടാകാം. എല്ലാം മനുഷ്യർ ആരോട് പറയും? ആ വിഷയം എന്നെ വളരെ അസ്വസ്ഥപ്പെടുത്തി. അപ്പം ഞങ്ങളെല്ലാവരും കിടന്ന്, ഞങ്ങളുടെ വീട്ടിൽ നിന്ന് പ്രാർത്ഥനക്കാരെല്ലാം പോയപ്പോൾ 1:30 എല്ലാവരും ഉറങ്ങി. ഞാൻ ഒരു 2:45 എനിക്ക് ഉറക്കം വരുന്നില്ല. ഞാൻ എഴുന്നേറ്റ് ലൈറ്റ് ഓഫ് ചെയ്ത് എൻ്റെ തിണ്ണെ വന്നിരിക്കുക. ആരുമില്ല, ഞാൻ മാത്രം. 2:45 സാമച്ചമ്പ ഒരു ഫോൺ ബെല്ലടിച്ച് ഞാൻ നോക്കിയപ്പോൾ സാമച്ചമ്പ വിളിക്കുക, പുല്ലുന്ന് ഒത്തിരിയോടുകൂടെ വിളിക്കുന്നു. അപ്പം ഞാൻ ചോദിച്ചു, പെട്ടെന്ന് എഴുതുമേ 2:45. പുള്ളി എടുത്തിട്ട് എന്നോട് ചോദിച്ചു, അടുത്ത വായി, മോൻ്റെ കല്യാണം വിളിക്കാനാ? അപ്പം ഞാൻ ചോദിച്ചു, കല്യാണം വിളിക്കാൻ 2:45? പാസ്റ്റർ ഇന്ത്യയിലാണോ പുറത്താണോ? പുല്ലൂരാ. അപ്പോൾ എന്നോട് പറഞ്ഞു, പാസ്റ്റേ രാവിലെ വിളിക്കാനിരുന്ന ഞാൻ പിന്നെ വിളിച്ചപ്പോൾ അങ്ങ് വിളിച്ചെന്നേ ഉള്ളൂ. പക്ഷേ അതിനല്ല വിളിച്ചത്. ഞാനൊരു ദർശനം കണ്ടുകൊണ്ട് പാസ്റ്ററെക്കുറിച്ച് ഒരു സ്വപ്നം കണ്ടിട്ട് അല്ലെങ്കിൽ ദർശനം കണ്ടിട്ട് ഒരു ദൂത് പറയാൻ വിളിച്ചത്. ഇപ്പം തന്നെ പറയണം തോന്നി. അത് കണ്ടുകൊണ്ട് ഞാൻ ഉണരുകയാണ്. ഞാൻ ഏത് വിഷയത്തിൽ സങ്കടപ്പെട്ടിരുന്നോ അതിൻ്റെ ഉത്തരവായിരുന്നു. ഞാൻ ഈ 2:45 അവിടെ ഈ കറണ്ടിൽ ഓഫ് ചെയ്ത് എൻ്റെ സെറ്റ് ചെയ്യുന്നത് ഒരു മനുഷ്യൻ കണ്ടില്ല. പക്ഷേ എൻ്റെ കർത്താവ് കണ്ടിട്ട് അതിനെ വിളിപ്പിച്ചില്ല. ഇങ്ങനൊരപ്പനെ എവിടെ കിട്ടും? അപ്പോൾ ഈ കർത്താവിനെ സ്വീകരിച്ച ഉള്ള പ്രത്യേകത, ഈ ദൈവം നമ്മുടെ പിതാവാണ്. ഈ ദൈവം നമ്മുടെ പിതാവാണ്. പിതാവായ ഒരു ഗുണമുണ്ട്, കണ്ണ് നനഞ്ഞ അറിയും, മുഖം പാടിയ അറിയും, എല്ലാം കേൾക്കുന്ന, എല്ലാം പറയാനൊക്കുന്ന ഒരു പിതാവ്. അതുകൊണ്ട് തന്നെ അവർ പാടുക, പിതാവില്ലാത്തവർക്ക് നല്ലൊരു താതനും പെറ്റമ്മേ കവിഞ്ഞാർ നിലവാരം വിധവയ്ക്ക് കാന്തനും സാധുവിന് അപ്പവും എല്ലാവർക്കും എല്ലാമൻ കർത്താവ. കണ്ണെല്ലാം അടച്ച്
ഈ അപ്പനെ ഒന്ന് വിളിച്ച് പ്രാർത്ഥിച്ചേ. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നിങ്ങൾക്ക് ദൈവം ഒരറിവാണ്. ദൈവം നിങ്ങൾക്ക് കേവലം ഒരറിവാണ്. അറിവാണെങ്കിൽ ആ അറിവിനപ്പുറത്തൊരു അനുഭവമായി മാറാൻ ഈ കർത്താവിന് വേണ്ടി ഹൃദയം കൊടുത്ത പിന്നെ കർത്താവ് ഒരറിവല്ല, അവനെ കൈക്കൊള്ളുന്നവർക്ക് അവൻ പിതാവായി മാറും. പിന്നെ അവരൊരിക്കലും അനാഥരല്ല. അവരുടെ ജീവിതത്തിൽ ഒരിക്കലും തോന്നത്തില്ല എനിക്ക് ആരുമില്ലെന്ന് തോന്നുമ്പോൾ അവരുടെ അടുത്ത് വരുന്നൊരു കർത്താവുണ്ട്. ഈ രാത്രി പലരെയും തേടി നമ്മുടെ ശ്വാസത്തെക്കാൾ അടുത്ത് ഈ പിതാവ് നിൽപ്പുണ്ട്. ഈ മുറ്റത്ത് അവനെക്കുറിച്ച് പറയുന്നിടത്തല്ല അവിടുത്തെ സാന്നിധ്യമുണ്ട്. ഇത് കരങ്ങൾ ഉയർത്തി ഒന്ന് സ്തോത്രം ചെയ്തേ. വ്യക്തിപരമായി എല്ലാവരും ഒരു നിമിഷം പ്രാർത്ഥിച്ചേ. പിതാവിനോടൊന്ന് പറഞ്ഞേ. ഉറക്കെ പറഞ്ഞാൽ കേൾക്കാത്തുള്ള നിർബന്ധമില്ല. ചുണ്ടനങ്ങി അറിയാം. ഹന്നയുടെ ചുണ്ടൊക്കെ അനങ്ങിയതേ ഉള്ളൂ. പുരോഹിതൻ പോലും തിരിച്ചറിഞ്ഞില്ല. പക്ഷെ അവിടെ ഹൃദയം പകരുമായിരുന്നു. അവളവിടെ ഹൃദയം പകരുമായിരുന്നു. രാത്രി ഹൃദയം പകരുന്ന എല്ലാവരുടെയും അടുക്കൽ അവിടുന്നുണ്ട്. ഈ ദൈവം എൻ്റെ പിതാവാ, ഈ ദൈവം എൻ്റെ പിതാവാ. കുഞ്ഞുങ്ങളെ, ഈ ദൈവം എൻ്റെ പിതാവാ. പിതാവില്ലാത്തവർക്കു നല്ലൊരു താതനും പെറ്റമ്മയെ കവിഞ്ഞാദ്രവാനും. പിതാവില്ലാത്തോർക്കു നല്ലൊരു താതനും വിധവയ്ക്കു കാന്തനും സാധുവിന. വിധവയ്ക്കു കാന്തനും സാധുവിന. ആമേൻ. എൻ്റെ ദൈവം സ്വർഗസിംഹാസനം തന്നെ. ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് ഒരു ആശയമല്ല, അതൊരു ബന്ധമാണ്. ആ ബന്ധം ഈ പിതാവുമായിട്ടുള്ള ബന്ധമാണ്. ഇറ്റ്സ് ആൻ ഇൻഡിവിജ്വൽ റിലേഷൻഷിപ്പ്. ഈ രാത്രി ആ വ്യക്തിപരമായ ബന്ധം, ആ ബന്ധം എവിടെയെങ്കിലും ഒന്ന് ഉടഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ബന്ധത്തിൽ നിന്ന് പലപ്പോഴും നമ്മളെ മാറ്റുന്നത് പാപമാണ് ആ ബന്ധത്തെ പൊളിക്കുക. ഇന്ന് രാത്രി ഏതെങ്കിലും പാപങ്ങൾ ദൈവസന്നിധിയിൽ ഏറ്റു പറയാനുണ്ടെങ്കിൽ, എവിടെയെങ്കിലും ആ ബന്ധം ഒന്ന് ഒലഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു റിപ്പയർ ചെയ്യാൻ ഇങ്ങനെ യോഗമൊക്കെ നടത്തുക. നമ്മുടെ ബന്ധത്തെ ഒന്ന് റിപ്പയർ ചെയ്യാൻ കണ്ണടച്ച് എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ച് പിതാവേ എന്നൊന്ന് വിളിച്ചേ. ഏത് പ്രായത്തിലുള്ളവരുടെയും അടുക്കൽ വരുന്ന കർത്താവ്, അത് കുഞ്ഞാകട്ടെ വലുതാകട്ടെ, ഈ പിതാവ് ഇങ്ങനെ അവരുടെ അടുത്തുണ്ട്. ഷബാനഹന്തന റീഖാനഹന്തന. ആ പിതാവ് ഇങ്ങനെ ഇവിടെ രാത്രി വന്നിട്ടുണ്ട്. ഓരോരുത്തരെയും ചേർത്ത് പിടിക്കാൻ, ഓരോരുത്തരുടെ അരികത്ത്. കാൺമീൻ, നാം ദൈവമക്കളെന്ന് വിളിക്കപ്പെടാൻ ഈ പിതാവ് നമുക്ക് എത്ര വലിയ പദവിയ സ്നേഹമാണ്. അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുക.